ഹായ് മക്കളെ, അനുമോദ് സാറാണ്. അപ്പോൾ ഈ വരുന്ന ക്രിസ്മസ് മാത്തമാറ്റിക്സ് എക്സാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ്, ടോപ്പ് 5 ടഫ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതായത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ കുറച്ച് ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളുമാണ്. അത്തരത്തിലുള്ള 5 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാറ് വന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്താണെടാ? In the picture, the sides of the larger triangle are the tangents to the circumcircle of the smaller triangle at its vertices. ചിത്രത്തിലെ ചെറിയ ത്രികോണത്തിന്റെ മൂലകളിലൂടെ പരിവൃത്തത്തിന് വരയ്ക്കുന്ന തൊടുവരകളാണ് വലിയ ത്രികോണത്തിന്റെ വശങ്ങൾ. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. വലിയ ത്രികോണത്തിന്റെ കോണുകൾ കണക്കാക്കുക എന്നുള്ള. ഇവിടെയുള്ള വലിയ ത്രികോണത്തിന്റെ കോണുകൾ കാണണം. ചെറിയ ത്രികോണത്തിന്റെ കോണുകൾ 80ഉം 60ഉം തന്നിട്ടുണ്ട്. 80ഉം 60ഉം തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോളെ, 80ഉം 60ഉം 140 ആണെങ്കിൽ മറ്റൊന്ന് 40. 80 60 ആണെങ്കിൽ 40. ഇനി നോക്കിക്കോ, ഇനി എങ്ങനെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ 80ന് ഓപ്പോസിറ്റ് ഇതാ, അത് 80 തന്നെയായിരിക്കും. അപ്പോൾ നേരെ ഇപ്പുറം എത്ര തന്നെ? 80 തന്നെ. അപ്പോൾ 80 എന്തായി? 160 അങ്ങനെയാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 20 ഡിഗ്രി. ഇനി 60ന് ഓപ്പോസിറ്റ് നേരെ ഇവിടെ വരിക 60. അപ്പോൾ ഇവിടെ എന്താ വരിക? 60. 60 60 120 ആണെങ്കിൽ ഇതും എന്താണ്? 60 ആണ്. ഇനി 40ന് ഓപ്പോസിറ്റ്, അപ്പോൾ ഇത് 60 20 80 ആണെങ്കിൽ മൂന്നാമത്തെ ഓൾറെഡി എന്തായി? 60 20 80 ആണെങ്കിൽ ഇതെന്തായി? 100 ആയടാ. അപ്പോൾ ആൻസർ എന്താ? 60 20 100. സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? സിമ്പിളാണ്, പക്ഷേ എന്ത് ചെയ്യണം? ഒന്ന് ആലോചിക്കണം. ഇത് എവിടെ കാണാം നിങ്ങൾക്ക്? ടഫ് ക്വസ്റ്റ്യൻ ആണ്. ആ ഐഡിയ മനസ്സിലാക്കണം. അതെവിടെ വരും? നമ്മുടെ പരീക്ഷയ്ക്ക് വരും. ഇനി അടുത്ത ചോദ്യം നമ്മൾ ഇൻറേഡിയസ് കാണുന്ന പഠിച്ചിട്ടുണ്ട് അല്ലേ? റേഡിയസ് ഓഫ് ഇൻസർക്കിളിൻ്റെ റേഡിയസ് കാണുന്ന പഠിച്ചില്ലേ? അന്തർവൃത്താരം പഠിച്ചില്ലേ? ഇവിടെ നോക്കണം, ഇവിടെ വന്ന ചോദ്യത്തിൻ്റെ അകത്ത് പൊതുവേ നമുക്ക് 3 തന്നിട്ട് ഹെറോൺസ് ഫോർമുലയല്ലേ നമ്മൾ ഉപയോഗിക്കുക. ഇവിടുത്തെ ചോദ്യത്തിൻ്റെ അകത്ത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഒരു സൈഡ് 12 ആണെന്ന് പറയുന്നു. വൺ സൈഡ് എന്താണ്? 1 സൈഡ് 12 ആണ്. എന്നിട്ട് നമ്മളോട് അതിൻ്റെ ആരം കാണണം. ആരം കാണാൻ R ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷനിൽ ചേഞ്ച് ഒന്നുമില്ല, A/S. അപ്പോൾ നമുക്ക് ആദ്യം S കാണാം. S കാണാൻ ഇതിൻ്റെ 3 സൈഡും 12 ആയിരിക്കും. അപ്പോൾ 12 12 12/2. അപ്പോൾ 36. 36ൻ്റെ പകുതി എത്രയാണോ? 18 കിട്ടി. ഇനി ഏരിയ എങ്ങനെയാണ് കാണുമെന്ന് നോക്കിയോ. ഏരിയ കാണാൻ എസിൻ്റെ S-A ആണോ? അല്ല. ഏരിയ കാണാൻ നമ്മുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ഈക്വൽ ടു √3/4 A² എന്നാണ്. അപ്പോൾ എങ്ങനെ വരും? √3/4 ഇൻറ്റു 12ൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര വന്നടാ? ഏരിയ ഈക്വൽ ടു √3/4 ഇൻറ്റു 12ൻ്റെ സ്ക്വയർ 144. ഇനി 4നെ കൊണ്ട് നമുക്ക് 144 കട്ട് ചെയ്താൽ 4 3 12, ബാക്കി 24 36. അപ്പോൾ സോ ദ ആൻസർ ഈസ് 36√3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഏരിയ. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് R ആണ്. R ഈസ് ഈക്വൽ ടു എന്തായി? A/S ആണ്. R ഈസ് ഈക്വൽ ടു എന്താണ്? A/S ആണ്. A/S എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ 36√3 S എത്രയാണ്? S എന്ന് പറയുന്നത് എത്രയാടാ? S എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 36നെ 18 കൊണ്ട് കട്ട് ചെയ്താൽ 2 കിട്ടി. സോ ദ ആൻസർ ഈസ് 2√3. ആൻസർ എന്താണ്? 2√3. ഇത്രയും ഓക്കെ ആണല്ലോ മക്കളെ? 6 കിട്ടി. ചോദ്യം ഇതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നിങ്ങൾ നോക്കാം, എന്തെല്ലാം ഉണ്ട് അല്ലേ? ഫ്രം എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് പേപ്പർ 2 സ്ക്വയേഴ്സ് ആർ കട്ട് ഓഫ് ആസ് ഷോൺ ബിലോ. ചതുരാകൃതിയായ ഒരു കടലാസിൽ നിന്ന് ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ 2 സമചതുരങ്ങൾ മുറിച്ചു മാറ്റുന്നു. The area of remaining part is 27 square centimeters. What is the length of the shorter side? മിച്ചമുള്ള ഭാഗത്തിൻ്റെ പരപ്പളവ് 27 ആണ്. ചതുരത്തിൻ്റെ മറ്റേ വശത്തിൻ്റെ നീളം എന്ത്? ഇത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പുറം പറഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയാണെടാ ഒരു സാധനം, ഒരു റെക്റ്റാങ്കിളിൽ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് 2 സ്ക്വയർ ആക്കി. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, താഴത്തെ ഡിസ്റ്റൻസ് 15 ആണ്. ഇത് ഞാനൊരു X ആക്കി എടുത്ത് ഇവിടെ 27 ആണ് ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നുണ്ട്. നമ്മളോട് പറയുന്ന ആ X എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കോളെ. ഇത് X ആണേടാ, ഇത് X² ആയിരിക്കും അതിൻ്റെ ഏരിയ. ഇതും സെയിം ആണ്, അപ്പോൾ X². അപ്പോൾ ഇതിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് 2x² + 27 സമം ഏരിയ 15 ഇൻറ്റു X ആണ്. അപ്പോൾ 2x² + 27 സമം എന്തായി? 15x ആയി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നടാ? ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 2x² - 15x + 27 സമം എന്ത് കിട്ടി? 0 കിട്ടി. A
2 ബി -15 സി എന്ത് 27. A2 ബി -15 സി 27. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac എന്താ? ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് -15ൻ്റെ സ്ക്വയർ -4 × 2 × 27 എന്ന് കിട്ടി. 2x² + 27 = 15x എന്നാണ് ഫോം. അപ്പോൾ -15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 -27 × 8 7 8 56 ബാക്കി 5 8 2 16 5 21. അപ്പോൾ 216 എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ് 9. എത്ര കിട്ടിയടാ? ആൻസർ എത്രയാണ്? ബി സ്ക്വയർ മൈനസ് 4ac വില 9 എന്ന് കിട്ടി. ഇനി നമ്മൾ വീണ്ടും എന്ത് കൊടുക്കുക? -b ± x is equal to -b ± √b സ്ക്വയർ മൈനസ് 4ac / 2a എന്ന് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ -b എന്ന് പറഞ്ഞാൽ എന്താ? -15 ± √b സ്ക്വയർ മൈനസ് 4ac എന്താണ്? 9 ആണ് /2 × a എത്രയാ? a2 2 × 2 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ -15 +15 ± 3/6. അപ്പോൾ എക്സിൻ്റെ വില 15 + 3/6 ഓർ എക്സിൻ്റെ വില 15 - 3/6. 18/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വന്നു. അല്ലെങ്കിൽ എക്സിൻ്റെ വില 12/6 എത്ര വന്നു? 2 വരും. ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 2. ഓക്കെ. അപ്പോൾ എത്ര കിട്ടിയിടാ? -15 അല്ലേ വരുന്നത്? -15 ഇപ്പോൾ 27 അല്ലേ? √8 8 8 56 5 8 2 16 5 21. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac വില 9. ഓക്കെ. 16 9 25. അപ്പോൾ 3 15 + 3 18 18/2 × 2 ആടെയാണ് നമുക്ക് പറ്റിയ പ്രശ്നം. എടാ 2/2 × 2 4 അല്ലേ? 2 × 2 4 അല്ലേ? അപ്പോൾ -b നോക്കാം. അവിടെ എന്താ വരിക? അവിടെ വരിക ഇതാ. എടാ അവിടെ വരുന്ന ഫോം എന്താ? ഒന്നുകൂടെ നോക്കി. അവിടെ വരിക -b എന്ന് പറഞ്ഞാൽ എന്ത് വരും? -b എന്ന് പറഞ്ഞാൽ എന്ത് വരും? -15 ±√9 എന്ത് വരും? 2a 2 × 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 15 ± 3/4 എന്ന് വരും. സോ 15 + 3/4 ആവാം, അല്ലെങ്കിൽ 15 - 3/4 ആവാം. അപ്പോൾ 18/4 ഓർ 12/4. 18/4 എത്രയാടാ? 18/4 എന്ന് പറഞ്ഞാൽ ചെറുതാക്കിയാൽ 9/2 അല്ലെങ്കിൽ 2/3 എന്ന് വരും. ഓക്കെ. 4.5 അല്ലെങ്കിൽ 3 ആണ് എന്ത് നമ്മുടെ ആൻസർ വരും. ഓക്കെ. അവിടെ 2 × 2 അത് മാറിപ്പോയതാണ് മക്കളെ. ആ വില 3 കയറി വന്നതാണ് പറ്റിപ്പോയത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പോയിന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ കട്ട് ദ എക്സ് ആക്സിസ് 9x² + 12x + 4. അപ്പോൾ ഇതിന് എക്സ് ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എക്സ് ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റ്. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ y എന്തായിരിക്കും? 0 ആയിരിക്കും. y എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 9x² + 12x + 4 = എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. അപ്പോൾ a = 9, b = 12, c = 4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, b² - 4ac = 12² - 4 × 9 × 4 144 - 16 × 9 അതും 144 ആണ്. സോ ദ ആൻസർ ഈസ് 0. b² - 4ac 0 ആണെങ്കിൽ എക്സിന് ഒരൊറ്റ വിലയേ ഉണ്ടാവും. അതേതാ വില? അപ്പോൾ b² - b ± നല്ല ഫോം വരിക +/- √b² - 4ac ഇല്ലെങ്കിൽ നോക്കിക്കോ, എക്സിൻ്റെ വില -b/a എന്നാ വരിക. -b/2a 2a അല്ലേ? ഓക്കെ, എഴുതി നോക്കാം. അപ്പോൾ x is equal to എങ്ങനെ വരും? -b ± √b² - 4ac / 2a അല്ലേ? അപ്പോൾ -b എന്ന് പറഞ്ഞാൽ എന്താ? -12 ± 0 വേണ്ട 2 × 9. അപ്പോൾ ആൻസർ വരിക -12/18 എന്ന് കിട്ടും. -12/18 എത്രയാടാ? -2/3 -2/3. അങ്ങനെയാണ് നമ്മൾ പോയിന്റ് വരിക -2/3 0 എന്നാണ് കിട്ടുക. -12
പ്ലസ് ഓർ മൈനസ് 18 വരുമ്പോൾ അവിടെ എന്ത് വന്ന് ആ സാധനം 0 b² - 4ac 0. അപ്പോൾ അത് നോക്കണ്ട. 12/18 12/18 എന്ന് പറഞ്ഞാൽ 2/3 മൈനസ് ഉള്ളതിനെ കൊണ്ട് -2/3 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ എ ലൈൻ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ മീറ്റ്സ് എ കോഡ്. ഓക്കെ, ചിത്രത്തിൽ വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വര ഒരു ഞാണുമായി കൂട്ടിമുട്ടുന്നു. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ 2 പാർട്സ് ഓഫ് ദ കോഡ്സ്. ഞാണിൻ്റെ 2 ഭാഗങ്ങളുടെ നീളം കണക്കാക്കുക. ഇതിങ്ങനെയാണേ ഉള്ളത്. ഇങ്ങനെ ഒരു സാധനം, ഇവിടെ ഇങ്ങനെ ഒരു സാധനം, ഇവിടെ ഇങ്ങനെ ഒരു സാധനം. താഴത്തെ ഡിസ്റ്റൻസ് 4.5 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ? r² - d² = px × py എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കോ, അവിടെ ഒരു കാര്യമുണ്ട്. ഇത് എക്സ് ആക്കി എടുക്കുക, അപ്പോൾ ഇത് 4.5 - x ആക്കി എടുക്കുക. അപ്പോൾ ആ ഫോമിൽ വരും കേട്ടോ. അപ്പോൾ ഇവിടെ 6 എന്ന് പറയുന്നത് 3ഉം d എന്ന് പറയുന്നത് 2ഉം. അപ്പോൾ 3² - 2² = px ഞാൻ x ആക്കി എടുത്താൽ 4.5 - x ആയിരിക്കും അടുത്തത്. അപ്പോൾ 9 - 4 = 4.5x - x². അപ്പോൾ ഇത് 5. 5 = 4.5x - x². ഓക്കെ, 9 - 4 അല്ലേ 5. ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് x² ഇപ്പം കൊണ്ടുവരുമ്പോൾ x² - 4.5x + 5 = എന്തായി? 0 അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? a1 b = -4.5 c = എന്താണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ എടാ b² - 4ac = -4.5 whole square -4 × 1 × 5. -4.5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4.5ൻ്റെ സ്ക്വയർ എന്താ? 20.25. മറ്റത് -20. സോ ആൻസർ ഈസ് 0.25. ഇനി നമ്മൾ എക്സ് കാണാം. എക്സ് = -b ± √b² - 4ac/2a -b. അപ്പോൾ -4.5 ± √0.25 divided by 2a. 2a എന്ന് പറഞ്ഞാൽ 2n. സോ ആൻസർ 4.5 ± 0.5/2. അപ്പോൾ 2 കേസ് വരാം. ഒന്നുകിൽ 4.5 + 0.5/2 അല്ലെങ്കിൽ 4.5 - 0.5/2. അപ്പോൾ ആൻസർ വരിക 4.55 5ൻ്റെ 2 പകുതി 2.5 അല്ലെങ്കിൽ 4/2 2. അപ്പോൾ ആൻസർ എന്താ? 2.5 അല്ലെങ്കിൽ 2. അതിപ്പോൾ നിങ്ങൾ ഏത് കൊടുത്താലും 2.5 കൊടുത്താൽ മറ്റേത് 2 ആയിരിക്കും, മറ്റേത് 2 കൊടുത്താൽ എന്തായി? 2.5 ആയി. അപ്പോൾ മക്കളെ, ഇതാണ് ആ 5 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആ 5 എണ്ണമാണ്. ഓക്കെ മക്കളെ, അപ്പോൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. ആ ടഫ് ക്വസ്റ്റ്യൻ ഇത് പഠിക്കാതെ പോകരുത്. ഇത് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. പരീക്ഷ അടിപൊളിയായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, താങ്ക് യു.